വിശ്വതാണ്ഡവം. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി നൂഞ്ഞേരി. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലടാ ആ പെണ്ണ് ശരിയില്ലെന്ന്. കാര്യം അറിഞ്ഞപ്പോൾ മുരുകൻ ദേഷ്യത്തോടെ പറഞ്ഞു. വിശ്വക്ക് അപ്പോഴും ചിരിയാണ്. ആ അവൾ അത്രയും പറഞ്ഞു പോയിട്ടും നീ ഇവിടെ വിളിച്ചുകൊണ്ടിരുന്നോ? മുരുകൻ ആ ചിരി കാണുമ്പോൾ ദേഷ്യം കൂടുന്നുണ്ട്. അവരുടെ ഭാഗത്താ മുരുകൻ ന്യായം. അത് പറയുമ്പോൾ വിശ്വയുടെ ചിരി മാഞ്ഞിരുന്നു. അതോടെ മുരുകനും പിന്നെ ഒന്നും പറഞ്ഞില്ല. ചിലപ്പോൾ ഇന്ന് ഈ നടന്നൊക്കെ നല്ലതായിട്ട് വരാനും മതി. കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം വിശ്വ പറഞ്ഞ എന്താണെന്ന് മുരുകനും മനസ്സിലായില്ല. എടാ വളച്ചിട്ടാ കാര്യം പറയടാ. അതല്ലടാ ടീന പറഞ്ഞതിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ മിത്രേനെ വിളിച്ചേക്കും. ഉറപ്പൊന്നുമില്ല, പക്ഷെ അങ്ങനെ ഒരു സാധ്യതയുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. വിശ്വ മുരുകനെ നോക്കി. പറയുന്നത് നിന്റെ മനസ്സല്ലേ? അത് മിത്രയെ കുറിച്ചല്ലേ? നടക്കും, അതെനിക്ക് ഉറപ്പുണ്ട്. അതോടെ മുരുകൻ ആവേശത്തിലാണ്. അതെന്താ നിനക്ക് അങ്ങനെ ഒരു ഉറപ്പ്? വീശൊക്കെ അവൻ്റെ ആവേശം കണ്ടിട്ട് ചിരി വരുന്നുണ്ട്. അല്ല, ഇതിനു മുന്നേ ഇതുപോലെ ഒന്ന് രണ്ട് തോന്നൽ അവളെ കുറിച്ച് നിനക്ക് ഉണ്ടായിരുന്നു. അതെല്ലാം നടന്നല്ലോ. അതുപോലെ ഇതും നടക്കുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ട്. മിത്രയുടെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ ടീനക്ക് ചെറുതല്ലാത്തൊരു ഭയമുണ്ട്. പക്ഷെ ഇനി അവിടെ തന്നെ ഇരിക്കാൻ വയ്യ. അതിനിടയിൽ അബി ഒരു പ്രാവശ്യം, എബി 2 പ്രാവശ്യവും ടീനയുടെ ഫോണിലേക്ക് വിളിച്ചു കഴിഞ്ഞു. പറയാൻ വ്യക്തമായ ഒരു കാരണമില്ലായിട്ടാണ് ഫോൺ എടുക്കാഞ്ഞത്. ചെല്ലുമെന്ന് പറഞ്ഞ് നേരമായിട്ടും കാണാത്തതുകൊണ്ടാവും ഇവിടെ നടക്കുന്ന പുകില് വല്ലവന്മാർക്ക് അറിയണം. ഇനി ഇതിപ്പോ അറിഞ്ഞാലും അബി തന്നെയായിരിക്കും കുറ്റം പറയാൻ സാധ്യത. എബി പിന്നെ മിത്രയ്ക്ക് വേണ്ടി തന്നോടൊപ്പം സിമ്പതി കാണിച്ചാലും മിത്രയ്ക്ക് വേദനിച്ചു എന്നറിഞ്ഞാൽ അവനും കൂടെ നിൽക്കാൻ വലിയൊരു സാധ്യതയൊന്നുമില്ല. ടീനയൊന്ന് ശ്വാസം എടുത്തു. മിത്ര കിടക്കുകയാണ്. വീട്ടിലേക്ക് പോകുന്നതിൽ ഇപ്പൊ ഇറങ്ങണം. ഇനി ലേറ്റായി ചെന്ന് കയറിയാൽ കണ്ണുപൊട്ടുന്ന ചീത്ത കിട്ടുന്ന തനിക്കായിരിക്കും. മിത്ര അവിടെയും സേഫ് ആവും. ആൾക്ക് നാടിനെ കുറിച്ച് അത്രയും ധാരണയില്ലല്ലോ. നീ വേണ്ടേ പറഞ്ഞു കൊടുക്കാനെന്നൊക്കെ ചോദിച്ച് കണ്ണുപൊട്ടുന്ന ചീത്ത വിളിക്കും. ആളോടുള്ള ഇഷ്ടം വെച്ച് നോക്കുമ്പോൾ മമ്മിയുടെ കയ്യിൽ നിന്ന് തനിക്ക് 2 തള്ളിയിട്ടാനും മതി. ആ ഓർമ്മയിൽ തന്നെ ടീന മുഖം വീർപ്പിച്ചു. നാളിനെ കുറിച്ചും നാട്ടുകാരെ കുറിച്ചും ചെറിയൊരു അറിവ് പറഞ്ഞു കൊടുത്തതിന് ആളിനി തന്നെ പറയാനൊന്നും ബാക്കിയില്ലെന്ന് അവരുണ്ടോ അറിയുന്നു. രാവിലെ കോളേജിൽ പോകുന്നതിന് മുന്നേ തന്നെ ചെറിയ പാക്കിംഗ് കഴിഞ്ഞുകൊണ്ട് ഇനി അതൊന്നും ചെയ്യാനില്ല. വന്നിട്ട് ഫ്രഷായി ഉടനെ പോയെന്നായിരുന്നു പ്ലാൻ. പക്ഷേ എല്ലാം എത്ര പെട്ടെന്നാണ് തകിടം പറഞ്ഞത്. പോകണോ വേണ്ടോ എന്ന് മിത്രയോട് തന്നെ ചോദിക്കാമെന്നും അതിനനുസരിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്നും കരുതിയാണ് ടീന മിത്രയെ തേടി ചെന്നത്. ഇല്ലെങ്കിൽ വീട്ടിലേക്ക് വിളിച്ചു പറയണം. അല്ലെങ്കിൽ അവർ ഭയക്കുമെന്നതിന് പുറമെ അതിനും തനിക്ക് ചീത്ത കേൾക്കും. ഇനിയിപ്പോൾ മിത്രയ്ക്ക് പോവേണ്ടെന്നാണെങ്കിൽ അതിനൊപ്പം നിൽക്കണമെന്ന് തന്നെയായിരിക്കും ടീനക്കും. വിശ്വയോട് ദേഷ്യമുണ്ടെങ്കിൽ കൂടിയും അതിന്റെ പേരിൽ മിത്രയെ കൂടി വേദനിപ്പിച്ചു എന്നൊരു ഭാരം ടീനയുടെ ഉള്ളിലുണ്ട്. അതവൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുമുണ്ട്. ആൾക്കും തനിക്കും കൂട്ടുകാരും കസിൻസ് ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും മിത്ര തനിക്കും താൻ മിത്രങ്ങളും സ്പെഷ്യലാണെന്ന് ടീനക്കറിയാം. മറ്റാരോടും തോന്നാത്തൊരു അടുപ്പവും സ്നേഹവും അവൾ എന്നും തന്നോട് കാണിക്കാറുമുണ്ട്. ചെറിയ രീതിയിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മയൊക്കെ അവൾ ഓരോ ലീവിന് വരുമ്പോഴും നടക്കാറുണ്ട്. പക്ഷേ അതൊന്നും തന്നെ അത്രമാത്രം ആഴമുള്ളതല്ല. 5-10 മിനിറ്റ് കൊണ്ടെല്ലാം വിട്ടിണങ്ങി കൂടാൻ മാത്രം വലിപ്പമുള്ള പിണക്കങ്ങൾ. ദേഷ്യം വരുമ്പോൾ അന്ന് അവൾ ഓരോന്ന് വിളിച്ചു പറയും. അതിനിടയിൽ പോലും അവൾക്ക് പറയാനുള്ള പോയിന്റ് വിട്ടുപോകില്ല. ആരൊക്കെ എങ്ങനെയൊക്കെ എന്നിട്ട് എതിർത്താലും തനിക്ക് പറയാനുള്ളത് താൻ പറയാൻ ഉദ്ദേശിച്ച് അതുപോലെ പറഞ്ഞു തീർത്തിട്ട് തന്നെ മിത്ര കളം വിട്ടു പോകും. അതുമൂലം ആർക്ക് ഇഷ്ടക്കേടുണ്ടായാലും പറഞ്ഞു തീർക്കാതെ സമാധാനം കിട്ടാത്ത അവളുടെ മനസ്സിനെ തന്നെയാണ് അവളെപ്പോഴും തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ചിരുന്നത്. അങ്ങനെ പറയാനുള്ളത് പറഞ്ഞില്ലെങ്കിൽ തനിക്ക് ശ്വാസം കിട്ടില്ലെന്നായിരുന്നു അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി. ഇന്നും വിശ്വയുടെ കാര്യത്തിൽ അവൾ പറഞ്ഞെല്ലാം പോയിന്റ് മാത്രമാണ്. അവളുടെ ശരികളാണ് അവളായിട്ട് തന്നെ പറയേണ്ടതാണ്. അതുമല്ലെങ്കിൽ താൻ പറയിപ്പിച്ചതാണ്. പക്ഷേ അതെല്ലാം താൻ മനഃപൂർവ്വമല്ലെന്നും തന്റെ മനസ്സിലെ ആകുലതകളും ആശങ്കകളുമാണെന്നും അവളെ അറിയിക്കാൻ ഒരു അവസരം കിട്ടണേ എന്നുള്ള പ്രാർത്ഥനയോടെയാണ് ടീന മിത്രയുടെ തോളിൽ തട്ടി വിളിച്ചത്. ഉറക്കം ഞെട്ടിയതുപോലെ അവൾ ചാടി എഴുന്നേറ്റുകൊണ്ട് ടീനയെ മിഴിച്ചു നോക്കി. എന്താ? മിത്ര മുഖം ചുളിച്ചുകൊണ്ട് ടീനയെ നോക്കി. നമ്മളിന്ന് പോകുന്നുണ്ടോ? ടീന അവളുടെ ഭാവം കണ്ടിട്ടൊരു വല്ലായ്മയോടെയാണ് ചോദിക്കുന്നത്. ഓ ഗോഡ്, ഞാനത് വിട്ടുപോയിടി. നിനക്ക് വിളിച്ചുവിടായിരുന്നോ? ഞാൻ ഉറങ്ങിപ്പോയി. പെട്ടെന്ന് ഓർമ്മ വന്ന പോലെ തലയിലും തട്ടിക്കൊണ്ട് മിത്ര പറയുമ്പോൾ ടീനക്ക് ആശ്വാസമാണ് തോന്നിയത്. കാരണം മിത്രയുടെ സ്വരത്തിലെ മാറ്റം. ചെല്ലാന്ന് വാക്ക് പറഞ്ഞല്ലേ, അതുപോലെ പോകാനുള്ള ഒരുക്കങ്ങൾ നമ്മൾ ചെയ്തില്ലേ? അവർ കാത്തിരിക്കായിരിക്കും. ഇനി ചെല്ലില്ലെന്ന് പറഞ്ഞാൽ അവർക്ക് ടെൻഷനാവും. അവർക്ക് പോവാടി. അതും പറഞ്ഞുകൊണ്ട് മിത്ര എണീറ്റതും ടീനക്ക് ശ്വാസം തിരിച്ചു കിട്ടിയ പോലെ ഒരു ആശ്വാസമാണ് അനുഭവപ്പെട്ടത്. ആൾക്ക് തന്നോടൊരു പിണക്കവുമില്ല എന്ന അറിവിനോളം അപ്പോൾ ടീനക്ക് ആശ്വാസം പകരുന്ന ഒന്നുമില്ലായിരുന്നു. മിത്ര അങ്ങനെ തന്നെയാണ്. വഴക്കും ദേഷ്യമൊന്നും സൂക്ഷിച്ചുകൊണ്ട് നടക്കാൻ അറിയില്ല. ഇത് പക്ഷേ ജീവിതത്തിൽ ഇതുവരെ ഇല്ലാത്ത വിധ രൂക്ഷമായി പ്രതികരിച്ചപ്പോൾ ടീന വെറുതെ കരുതി ഇനി അവൾക്ക് തന്നോട് പിണക്കമായിരിക്കുമെന്ന്. പക്ഷെ ഒന്നും ഉണ്ടായില്ല. ടീനയോട് പോയി റെഡിയാവാൻ പറഞ്ഞുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി പോകുന്നവളെ നോക്കി ടീന ഒരു നിമിഷം കൂടി അവിടെ നിന്നു. ചെറിയൊരു പ്രശ്നത്തിന്റെ പേരിൽ പോലും ആഴ്ചകളോ മാസങ്ങളോ ആയി പിണക്കങ്ങളുടെ ആയുസ് നീട്ടി വലിച്ചു കൊണ്ടുപോകുന്നവരുടെ ലോകത്ത് മിത്ര വ്യത്യസ്തമാണ്. ഒന്നും വേണ്ടായിരുന്നു എന്നൊരു കുറ്റബോധത്തോടെ തന്നെയാണ് ടീന റെഡിയാവാൻ പോയത്.
പോവാനിറങ്ങി വന്നപ്പോഴും ടീനയേക്കാൾ സന്തോഷം മിത്രയ്ക്ക് തന്നെയാണ്. ചെയ്തു പോയതിലെ ശരിയില്ലായ്മ ഓർത്തുകൊണ്ട് ടീന പതിവില്ലാതെ മൗനമായിരുന്നു. പക്ഷേ മിത്ര അങ്ങനെയൊരു സംഭവമേ നടന്നിട്ടില്ലെന്ന് കൂടെ പെരുമാറ്റം കൊണ്ട് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ടീനക്കും പിന്നെ അവൾക്കൊപ്പം ചേർന്ന് നടക്കിയ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. ആ കൂട്ടുകാരി പെണ്ണ് അതിന് മനസ്സ് മാറ്റിക്കാണ് മോനെ. ആ വഴി ഗോവിന്ദ, നീ നാളെ വേറെ വല്ല വഴി നോക്കിക്കോ. മുരുകൻ പലപ്പോഴായി പറഞ്ഞിട്ടും വിശ്വക്ക് പ്രതീക്ഷയുണ്ട്. മിത്ര വിളിക്കുന്നതിന് അവൻ്റെ മനസ്സ് പറയുന്നുണ്ട്. ഇരുട്ടിൽ മുങ്ങിക്കിടക്കുന്ന മിത്രയൊക്കെ താമസിക്കുന്ന വീട്ടിലേക്ക് നോക്കി അവന് മുരുകനും സിറ്റൗട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. അന്ന് വീട്ടിലേക്ക് പോകുമെന്ന് മിത്ര പറഞ്ഞുകൊണ്ടായിരുന്നു വിശ്വ അത്രയും ധൈര്യത്തോടെ അവിടെ പോയി ഇരിക്കുന്നത്. ആ കൂട്ടുകാരി കൊച്ചിന് കുറച്ചുകൂടി ബോധം ഇവരുണ്ടെന്ന് തോന്നുന്നു. ഒറ്റയടിക്ക് നിന്നെ കുറിച്ച് മനസ്സിലായി കളഞ്ഞല്ലോ. പക്ഷേ നിന്റെ മിത്രക്കതില്ല. ലോകം കണ്ടെന്ന് ഏതാണ്ട് വലിയ പഠിപ്പൊക്കെ പഠിച്ചെന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. കിട്ടിയ അവസരം വെച്ചിട്ട് മുരുകൻ വളരെ ആത്മാർത്ഥമായി തന്നെ വിശ്വയെ ചൊറിയുന്നുണ്ട്. അങ്ങനെയൊരു സംഭവം കഴിഞ്ഞിട്ട് ഇത്ര നേരമായിട്ടും അതുവരെയും ഇത്ര വിശ്വയെ വിളിക്കുകയോ മെസ്സേജ് ചെയ്യുകയോ ചെയ്തിട്ടില്ലെന്നറിഞ്ഞ നിമിഷം മുതൽ വിശ്വ അവനെ സഹിക്കുകയാണ്. അതും പോരാഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് എന്ത് പറയുമ്പോഴും അവൻ കൂട്ടിച്ചേർക്കുന്നൊരു വാക്കുണ്ട്, നിന്റെ മിത്രയെന്ന്. അത് കേൾക്കുമ്പോൾ എത്ര ഒതുക്കി പിടിക്കാൻ ശ്രമിച്ചാലും വിശ്വ ഒന്ന് വിറച്ചു പോവും. നിന്റെ എൻ്റെ അതൊരു ഫീലാണ്. മറ്റൊരാൾ നമ്മളെ ചേർത്ത് വെക്കുമ്പോൾ ഹൃദയത്തിലൊരു സ്ഥാനം ഉറപ്പിക്കുകയാണ്. സ്വന്തമാണെന്നുള്ള അവകാശം ഊട്ടി ഉറപ്പിക്കുകയാണ്. മിത്രയെക്കുറിച്ച് മുരുകൻ അവനോട് ചേർത്ത് പറയുമ്പോൾ വിശ്വക്കും അങ്ങനെ തന്നെയാണ്. ഇന്നോളം അറിയാത്തൊരു സുഖം, ആനന്ദം അറിയാം. വളരെ വ്യക്തമായി തന്നെ അറിയാം അവന്. അവൾ ഒരിക്കലും അവൻ്റേതല്ല, അവനൊരിക്കലും അവളുടേതാവാനും കഴിയില്ല. എന്നിട്ടും മുരുകൻ നിന്റെ മിത്രയെന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ ഹൃദയം ഒരു അനുഭൂതിയെ തൊട്ടുണർത്തും. അപ്പോഴെല്ലാം തന്നെയിലെ ഭാവമാറ്റം മുരുകൻ അറിയാതിരിക്കാൻ വേണ്ടി വിശ്വ ഫോണിലേക്ക് മുഖം പൂഴ്ത്തി വെക്കും. പതിവ് പോലെ വിശ്വ അമ്മയെ വിളിച്ചു. മുരുകൻ അവൻ്റെ വീട്ടിലേക്കും. രണ്ടുപേരും മാറി മാറി സംസാരിച്ചു. രണ്ടിടത്തു നിന്നും നാട്ടിലേക്ക് ചെല്ലാൻ ക്ഷണം തന്നെയാണ് മുഖ്യപരാതിയായി കിട്ടിയത്. അടുത്ത ആഴ്ച പറ്റിയാൽ വരാമെന്ന് പറഞ്ഞുകൊണ്ട് വിശ്വ രണ്ടു കൂട്ടരെയും സമാധാനിപ്പിച്ചിട്ട് ഫോൺ കട്ട് ചെയ്തു. അധികം വൈകാതെ തന്നെ അന്ന് അവർ ഭക്ഷണം കഴിച്ച് കിടന്നു. ഫോണിൽ കൂടി വീണ്ടും വിശ്വ ഒരു ഓട്ടപ്രദക്ഷിണം നടത്തിയെങ്കിലും മിത്രയൊരു മെസ്സേജ് പോലും ചെയ്തില്ലല്ലോ എന്നായിരുന്നു അവൻ ഓർത്തത്. കുറേയേറെ പ്രാവശ്യം അന്ന് എടുത്തു നോക്കി അവളുടെ ചാറ്റ് ഹിസ്റ്ററി അവനൊന്നുകൂടി എടുത്തു നോക്കി. ഉച്ചയ്ക്ക് എപ്പോഴോ വന്നുപോയതാണ്. പിന്നെ ഇന്നേവരെയും ഓൺലൈനായിട്ടില്ല. വീട്ടിലല്ലേ? അവിടെ എത്തിയ തിരക്കിൽ സമയം കിട്ടിക്കാണില്ല. ഉത്തരവാദിത്വം തന്നെ കണ്ടുപിടിച്ചു. നിരാശയോടെ അത് ബാക്ക് അടിച്ചുകൊണ്ട് തിരികെ പോരാൻ തുടങ്ങിയ മനസ്സിലെന്താണെന്ന് വിശ്വക്ക് പോലും അറിയുന്നില്ല. പക്ഷെ അവൻ നോക്കിയിരിക്കെ തന്നെ മിത്ര ഓൺലൈൻ ആവുകയും ടൈപ്പിംഗ് എന്ന് കൂടി കാണിച്ചതോടെ അവന്റെ ചങ്കിടിപ്പ് കൂടി. വിശ്വ കിടന്നെടുത്തുനിന്ന് എഴുന്നേറ്റിരുന്നു. വിശ്വ, ആ വാക്കുകൾ തൊട്ടടുത്ത് നിന്ന് അവൾ വിളിക്കും പോലെയാണ് അവന് തോന്നിയത്. മറുപടി ടൈപ്പ് ചെയ്യാൻ കൂടി മറന്നിട്ട് വിശ്വ ശ്വാസം പിടിച്ചിരിക്കുമ്പോൾ അവന് ദേഷ്യമാണെന്ന് ഉറപ്പിക്കുകയായിരുന്നു മിത്ര. സോറി വിശ്വ. അത്രയും കൂടി കണ്ടതോടുകൂടി അടക്കാൻ കഴിയാത്ത ആഹ്ലാദത്തോടെ വിശ്വ ഒന്ന് ശ്വാസമെടുത്തു. പക്ഷെ അപ്പോഴും അവന്റെ പിണക്കം കൊണ്ടാണ് മറുപടി ഇല്ലാത്തെന്ന് കരുതി മിത്രയുടെ മനസ്സിലേക്ക് നോവിന്റെ തീപ്പൊരികൾ പടർന്നു കയറി തുടങ്ങിയത് അവൻ അറിഞ്ഞതുമില്ല. എന്തൊരു അബദ്ധമാണ് ടീനെ നീ ചെയ്ത്. നിന്നോട് ഞാൻ പറഞ്ഞല്ലേ, എന്നിട്ടും നീ. കാര്യറിഞ്ഞ അബി തലക്കൈയെടുത്തുകൊണ്ടാണ് ചോദിച്ചത്. എന്റെ പൊന്നബി, നീ കൂടി അങ്ങനെ പറയില്ലേ. അലി തന്നെ എന്റെ അവസ്ഥ മൂഞ്ചിരിക്കുക. ഞാൻ പറഞ്ഞല്ലേ നിന്നോട്, മനഃപൂർവ്വം അല്ലടാ, അതങ്ങനെ പറ്റിപ്പോയി. അവന് മിത്രയുടെ അരികെ കണ്ടപ്പോൾ എനിക്കറിയില്ല ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞെന്ന്. പറഞ്ഞുപോയി, സമ്മതിച്ചു. ഇനിയിപ്പോൾ അതൊന്നും തിരിച്ചെടുക്കാൻ കഴിയില്ലല്ലോ. ടീനയുടെ മുഖവും പറച്ചിലും കേട്ടതോടെ അബിക്ക് പിന്നൊന്നും കൂടുതൽ പറയാൻ തോന്നിയില്ല. നീ ശ്രദ്ധിക്കാനെ വേണമായിരുന്നു ടീനെ. എങ്കിലും അബി ടീനയെ നോക്കി ഓർമ്മിപ്പിച്ചു. അബി, അവൻ ആള് ശരിയല്ല, അതവന് കണ്ടാൽ തന്നെ മനസ്സിലാവും. ടീന തന്നെ നിഗമനം എങ്ങനെ ശരിയെന്ന് ഉറപ്പിക്കുന്നറിയാത്തൊരു പരവേശത്തിലാണ്. ആയിരിക്കും, ചിലപ്പോൾ അല്ലായിരിക്കും. അത് ഞാനും അംഗീകരിക്കുന്നു. പക്ഷെ അതുകൊണ്ടെന്ത് കാര്യം? നിനക്കറിയില്ലേ, മിത്രയുടെ മനസ്സിലവന് ഹീറോയാ. അതിന് അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ലൈഫിൽ അവൾ ഏറെ പെട്ടുപോയെന്ന് അവൾക്ക് തോന്നിയ രണ്ട് സിറ്റുവേഷൻ. അതിലകപ്പെട്ടു പോയിരുന്നെങ്കിൽ രണ്ടിടത്ത് അവളായിരുന്നു തോറ്റുപോകുന്നു, മാനം കിടന്ന്. അതിനവൾക്കുള്ള സാഹചര്യം കൊടുക്കാതെ ആ രണ്ടവസരങ്ങൾ അവളെ സേവ് ചെയ്ത വ്യക്തിയാണ് വിശ്വ. നമ്മുടെ കണ്ണിൽ അത് നിസ്സാരമായേക്കാം, പക്ഷെ അത് അവൾക്ക് അങ്ങനെ ആവില്ല. അത്രയും ആളുകൾ നോക്കിയൊക്കെ അവൾക്ക് വേണ്ടി മാത്രം ശബ്ദമുയർത്തിയ ഒരാൾ. അവനിനി എങ്ങനെയുള്ള ആളായിരുന്നാലും മിത്രയുടെ മനസ്സിൽ ഈ രണ്ട് കാര്യങ്ങൾക്കായിരിക്കും ഇമ്പോർട്ടൻ്റ്. അങ്ങനെയുള്ള മിത്രയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നീ അവനോട് മോശമായി പെരുമാറുമ്പോൾ അത് അവൾക്ക് ഏറ്റിങ്ങായി തോന്നിയതിൽ തെറ്റില്ല. അവളെ സേവ് ചെയ്ത വിശ്വക്ക് വേണ്ടിയാണ് മിത്ര നിന്നോട് അത്രയും പറഞ്ഞ്. അത് അവനുള്ള നന്ദി തന്നെയാണ്. അല്ലാതെ നീ കരുതും പോലെ മിത്രയെ അവനേക്കാൾ നമ്മൾക്ക് അറിയില്ലടീനെ. അബി ശാന്തമായി പറഞ്ഞു കൊടുത്തു. അബി പറഞ്ഞതിനെയാണ് അവൾക്കും പറയാനുള്ളത്. അവൾ കുറെ ലോകം കണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ ഈ കാര്യം? ഇതൊന്നും അവൾക്ക് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. ടീനക്ക് അതായിരുന്നു നിരാശ. അവൾ കണ്ട ലോകം ഇങ്ങനെ കൂടിയായിരിക്കും ടീനെ. നമ്മളിവിടെ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. ചിലപ്പോൾ അതിൻ്റെ കുഴപ്പമാവും. ടീനയുടെ മനസ്സറിഞ്ഞ പോലെ അബിയോടെ തോൾ കയറ്റി പിടിച്ചുകൊണ്ട് പറഞ്ഞു. നീ കണ്ണുരുട്ടി പേടിപ്പിക്കുന്നു വേണ്ട, അങ്ങനെയോ ആവാലെന്ന് ഞാൻ ഉദ്ദേശിച്ചു. ടീനയുടെ നോട്ടം കണ്ടതും അബി ഒരു ചിരിയോടെ കണ്ണു ചിമ്മി.
എങ്ങനെയായാലും അവൻ ആള് ശരിയല്ല അബി. ടീന വീണ്ടും അതിനെ പറഞ്ഞു. എനിക്ക് മനസ്സിലാവും ടീന നിന്നെ. എബിയെ കുറിച്ചുകൊണ്ടുള്ള ആശങ്കയോടെയാണ് നീ വിഷയ വിലയിരുത്തൽ നടത്തുന്നത്. ചിലപ്പോൾ അതുകൊണ്ടുള്ള പ്രശ്നമാവാം. ഓ പറഞ്ഞു നീ ഇപ്പൊ കുഴപ്പം മുഴുവൻ എനിക്കായിക്കോ. മാറിക്ക് നീ അങ്ങോട്ട്. ടീന കലിപ്പോടെ അബിയെ തള്ളി മാറ്റി. അങ്ങനെ അല്ലടി പൊട്ടി ഞാൻ പറഞ്ഞ്. അബി ചിരിയോടെ അവളെ നോക്കി. എങ്ങനെയായാലും നീ ഇനി പറയണ്ട, ഇന്ന് ഞാൻ താങ്ങൂല. വീട്ടിൽ നിന്ന് അവളെന്നെ എന്തൊക്കെ വിളിച്ചു പറയുന്നത് എനിക്കറിയോ? ടീന മോൻ ചൊളിച്ചു. എനിക്കറിയില്ല, ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. അബിക്കൊരു കുസൃതി ചിരിയുണ്ട്. ഹോ ചാടി. ടീന അവൻ നോക്കി പുച്ഛത്തോടെ മുഖം തിരിച്ചു. അവള് നമുക്ക് അറിഞ്ഞൂടെ ടീനെ. ഉള്ളിലൊന്നും വെക്കാതെ വെട്ടി തുറന്ന് പറയുന്ന ആ സ്വഭാവം അവൾ ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ലോ. ഇന്ന് തന്നെ നീ നോക്കിക്കേ. അത്രയൊക്കെ നിന്നോട് പറഞ്ഞ് നീ തന്നെ പറയുന്നുണ്ട്. എന്നിട്ട് അങ്ങനെ ഒരു ബാമ്പുല അവൾ നിന്നോട് കാണിക്കുന്നില്ലല്ലോ. ഇവിടെ വന്നിട്ടും അങ്ങനെ ഒരു സംഭവം നടന്നതിന്റെ യാതൊരു തെളിവും അവളുടെ മുഖത്തോ വാക്കുകളിലോ ഇല്ലല്ലോ. നീ പറഞ്ഞോണ്ടല്ലേ ഞാൻ പോലും അവിടെ അങ്ങനെയൊക്കെ നടന്നു എന്നറിയുന്നു. അതാണ് മിത്ര, അവൾ അങ്ങനെയാണ് കുട്ടി. അബി വീണ്ടും ടീനയുടെ അരികിലേക്ക് തന്നെ നീങ്ങിയിരുന്നു. ടീന അവനെ നോക്കിയതല്ല ഒന്നും പറഞ്ഞില്ല. കാരണം അവനാ പറഞ്ഞില്ല 100% ശരി തന്നെയാണ്. മിത്രയെ പോലെ തന്നെ ഈ സംഭവം നീയും വിട്ടുകളഞ്ഞേക്കണം. തീർച്ചയായും കോളേജ് ക്യാൻറ്റീൻ നടത്തുന്നവനായതുകൊണ്ട് അവന് നീ ഇനിയും കാണും. ചിലപ്പോൾ അവർ ഒരുമിച്ചും കണ്ടേക്കും. പക്ഷെ അപ്പോഴൊന്നും ഇനി അവനെ കാണുമ്പോൾ എടുത്തിയാടി ഷൗട്ട് ചെയ്യുന്നതിന് വരും നീ കുറച്ചുകൂടെ പക്വത കാണിക്കണം. അവനെക്കുറിച്ച് അങ്ങനെ സംശയം നിനക്കുള്ളിലുള്ള സ്ഥിതിക്ക് നീ അവനെ നന്നായിട്ട് വാച്ച് ചെയ്തേക്കണം. പക്ഷെ ഒന്നും അവളോട് ഇപ്പം തന്നെ പറയാൻ നിൽക്കരുത്. നിനക്ക് വിഷയോട് നിലവിലൊരു ദേഷ്യം അകൽച്ചയുള്ള സ്ഥിതിക്ക്, അത് അവൾക്ക് അവന് ഒരുപോലെ അറിയാവുന്ന സ്ഥിതിക്ക്, വ്യക്തമായ തെളിവുകളില്ലാതെ ഇനി നീ അവനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലും വീണ്ടും നീ തെറ്റുകാരിയായിരിക്കും. അതിന് നീ ഇടവരുത്തരുത്. നമ്മൾ ഉദ്ദേശിച്ചതിന് നേരെ നെഗറ്റീവ് റിസൾട്ട് ആയിരിക്കും അതുകൊണ്ട് കിട്ടാൻ പോകുന്നത്. അബി പറഞ്ഞു നിർത്തിയിട്ട് ടീനയെ നോക്കി. അവൻ പറയുന്നെല്ലാം ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ടാവുള്ളൂ. അതുകൊണ്ട് നീ ക്ഷമയോടെ വേണം കാര്യങ്ങളെ സമീപിക്കാൻ. അതിനെന്ത് സഹായം വേണമെങ്കിലും ഞാൻ ഓഫർ ചെയ്യുന്നു. ടീനയൊന്ന് തലയാട്ടി. പക്ഷേ ഇനി ഒരിക്കൽ കൂടി മിത്ര വിശ്വക്ക് വേണ്ടി നിന്നോട് മുഷിപ്പോടെ സംസാരിക്കാൻ നീ അവസരം കൊടുക്കരുത്. പിന്നെ അവനെക്കുറിച്ച് നീ എന്തു പറഞ്ഞാലും അത് എത്ര സത്യമാണെങ്കിൽ കൂടിയും ആൾ നിന്നെ വിശ്വസിക്കില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അബി പറഞ്ഞിരുത്തുമ്പോൾ അന്നേരം വരെയും തന്റെ മനസ്സിലുണ്ടായിരുന്ന വീർപ്പുമുട്ടൽ അവസാനിച്ചതിന്റെ ആശ്വാസമുണ്ടായിരുന്നു ടീനയ്ക്കും. കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തത വന്ന പോലെ തോന്നിൽ. മിത്ര ഫ്രഷായി വരാമെന്ന് പറഞ്ഞു പോയ തക്കത്തിന് അന്നത്തെ സംഭവം മൊത്തം അബിയോട് പറഞ്ഞാണ്. അബി പറഞ്ഞ പോലെ തന്നെ മിത്രയുടെ പെരുമാറ്റത്തിൽ നിന്നോ സംസാരത്തിൽ നിന്നോ ആർക്കും ഇങ്ങനെ ഒരു കാര്യം നടന്നതിന്റെ കുഞ്ഞൊരു സൂചന പോലും കിട്ടിയില്ല. അവൾ എത്രമാത്രം ഹാപ്പി ആയിട്ടാണ് ഇവിടേക്ക് വന്ന് കയറിയത്. ഇവിടെയുള്ളവരോട് എപ്പോഴത്തെയും പോലെ സ്നേഹത്തോടെ പെരുമാറിയത്. അബിയും ബാക്കി 1-2 പേരും കൂടി എത്തിയിട്ടുള്ളൂ. എബിക്ക് പെട്ടെന്ന് എന്തോ അത്യാവശ്യം. പക്ഷെ വൈകിയാലും അവൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ ഉച്ച കഴിഞ്ഞ് മിത്ര അവിടെ വീട്ടിലേക്ക് പോകും. അവിടെ നിന്ന് സൺഡേ ഈവനിങ് തിരിച്ച് 2 പേരും മടങ്ങിപ്പോവാമെന്നാണ് പ്ലാന്. അതെ, നീ ഇനി എബി വരുമ്പോൾ ഓടിപ്പോയി പറയാൻ നിൽക്കണ്ട കേട്ടല്ലോ. പിന്നെ അവനത് മതിയാവും ഒരാഴ്ച സെന്റ് അടിച്ച് നടക്കാൻ. അബി ഒരു ചിരിയോടെ ഓർമ്മിപ്പിച്ചു. ഇല്ലടാ, അവനോട് പറയില്ല. ടീനി അത് കരുതിയതാണ്. അവൻ അറിയരുതെന്ന് കരുതി തന്നെയാണ് എബി വരും മുമ്പ് തന്നെ ധൃതിയിൽ അബിയോട് കാര്യം അവതരിപ്പിച്ചു തന്നെ. ഈ പ്രശ്നം ഞാൻ അറിഞ്ഞു എന്നുള്ളതും ഇനിയിപ്പോൾ മിത്ര അറിയണ്ട കേട്ടോ. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം അത് നിങ്ങൾക്കുള്ള വെച്ച് തന്നെ തീർന്നു പോയെന്ന് അവളും കരുതിക്കോട്ടെ. അതാ നല്ലത്. ഇനി അതിനെക്കുറിച്ചൊരു സംസാരം വേണ്ട. അബി പറഞ്ഞു. അതിപ്പോൾ നീ അവളോട് ഇത് പറയുന്നു പറഞ്ഞാലും ഞാൻ പറയില്ല. എനിക്ക് വയ്യനെ അവിടെ വായിക്കിടന്ന് വീണ്ടും കേൾക്കാം. എന്തൊരു കലിപ്പാണ് അബി അവൾക്ക്. ശരിക്കും ഞാൻ പേടിച്ചു പോയി കേട്ടോ. ആ പാവൻ ചെക്കനെങ്ങനെ താങ്ങുന്ന എനിക്ക്. ടീന പറയുന്ന കേട്ട് അബി ചിരി വന്നു. ആ ചെക്കൻ അറിഞ്ഞുകൊണ്ടൊരു എക്സ്പ്രസിന് തലവെച്ച് കൊടുക്കാൻ പോകുന്നല്ലേ. കുറച്ചങ്ങോട്ട് അനുഭവിക്കട്ടെടി. നീ വെറുതെ അതോർത്തോണ്ട് ടെൻഷൻ അടിക്കണ്ട. അബി ചിരിയോടെ ടീനയുടെ തോളിലും തട്ടി. മെസ്സേജ് സീൻ ചെയ്തു. കണ്ടെന്നുറപ്പായിട്ട് മറുപടി ഇട്ടാ കിടക്കുന്ന 2 മെസ്സേജ്. അത് കാണുമ്പോൾ മിത്രയുടെ ഉള്ളിൽ അസ്വസ്ഥത കനം തൂങ്ങി തുടങ്ങി. ടീന പറഞ്ഞെല്ലാം അവന് ഫീൽ ചെയ്ത് കാണുമെന്നറിയാം. അതിപ്പോൾ ആരായാലും അങ്ങനെ തന്നെ തോന്നും. പക്ഷെ അത് തന്നിലേക്കും പടർന്നു പിടിച്ച് കയറുന്ന ഒരു ദേഷ്യമായി മാറുമോ എന്നൊരു ചെറിയ ആശങ്കയായിരുന്നു ഉണ്ടായിരുന്നത്. അതാണിപ്പോൾ ബലമേറിയത്. ടീന പറഞ്ഞ തീർച്ചയായിട്ടും തെറ്റ് തന്നെയാണ്. പക്ഷേ താനൊരിക്കലും അവളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞില്ലല്ലോ. അവിടെ വെച്ച് അവിടെ നിന്ന് പോകുന്നതിന് ശേഷം സംസാരിച്ച് മുഴുവൻ അവന് വേണ്ടിയല്ലേ. അവൻ ചെയ്തെന്ന സഹായങ്ങളുടെ മഹത്വങ്ങളെക്കുറിച്ചല്ലേ. അവനോട് സോറി പറഞ്ഞുകൊണ്ട് അവരെ ഫീല് മാറ്റണമെന്നല്ലേ. ഇന്നോളം ഇത്രയും കടുത്ത രീതിയിൽ ഒരിക്കലും ടീനയോട് സംസാരിക്കേണ്ടി വന്നിട്ടില്ല. അവൾ തനിക്ക് അത്രയ്ക്കും പ്രിയപ്പെട്ടവളാണ്. എന്നിട്ടും ഇന്ന് ആ ബന്ധവും ഹൃദയത്തിൽ ആഴ്ന്നുപോയ സൗഹൃദത്തെയും മാറ്റി നിർത്തി വായിച്ചതൊക്കെയും അവന്റെ ശരികളെക്കുറിച്ചല്ലേ. ഓരോന്നും ഓർത്തുകൊണ്ടിരിക്കും. ഇത്രയ്ക്ക് ശ്വാസം പോലും കിട്ടാത്തൊരു ഫീലാണ് തോന്നിയത്. ടീനയോട് പറഞ്ഞൽപ്പം കൂടിപ്പോയെന്നുള്ളത് അവൾക്ക് തന്നെ അറിയാം. അതിന്റെ ഒരു സങ്കടം ടീനയെ ബാധിക്കാതിരിക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്നൊരു വിധത്തിൽ അവളോട് ഇടപെട്ടതും. ഒട്ടും മനസ്സിലായിട്ടും അവൾക്ക് വേണ്ടി മാത്രമേ ഇന്ന് ഇങ്ങോട്ട് പോകുന്നതുമല്ല. പുറമേ കാണിച്ചില്ലെങ്കിൽ കൂടിയും അപ്പോഴെല്ലാം തന്റെ മനസ്സിൽ വിശ്വയും അവനോട് ചെയ്തു പോയ അനീതിയും അതേ ഭാരത്തോടെ തന്നെ ഉണ്ടായിരുന്നു. ടീന പറഞ്ഞ പോലെ അവന്റെ സ്വഭാവം ശരിയല്ലെന്നും അവനൊരു മോശമായ ആളെന്നുള്ളതും ഇന്ന് ഈ നിമിഷം വരെയും തോന്നാഞ്ഞത്
അവൻ തന്നോട് ഇടപെട്ട രീതി അത്രയും മാന്യം നിറഞ്ഞുകൊണ്ട് മാത്രമാണ്. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയാണ് ചെറുതെങ്കിൽ കൂടിയും അവനുമായി തുടങ്ങി വെച്ച സൗഹൃദത്തിനെ കുറിച്ച് ഓർത്തുകൊണ്ട് ആകുലപ്പെട്ടതും. അപ്പോഴും മനസ്സിൽ കുഞ്ഞൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. താനൊരു സോറി പറഞ്ഞാൽ വിശ്വ അത് വിട്ടുകളയുന്നുള്ളത്. അതാണിപ്പോൾ ഈ കോലത്തിൽ തന്നെ ശ്വാസം മുട്ടിക്കുന്നത്. ഒട്ടും വയ്യെന്നും ആരെ വിളിച്ചിട്ട് തന്റെ ഭാഗമൊന്ന് ക്ലിയർ ചെയ്താലേ ഈ വിങ്ങിലും പരവേശം അവസാനിക്കുന്നുള്ള തോന്നലിൽ മിത്ര മെസ്സേജ് റിപ്ലൈ കാത്തിരിക്കാതെ വിശ്വയുടെ നമ്പറിൽ വിളിച്ചു നോക്കി. നെഞ്ചിരിപ്പോടെ മറുവശം മിത്ര അവന്റെ സ്വരം കാത്തു നിന്നു. പക്ഷേ നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ ബിസിയാണെന്നുള്ള അറിയിപ്പ് കിട്ടിയതോടെ മിത്ര ശ്വാസം അടക്കി പിടിച്ച് നിന്നുപോയി. ഞാനൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് അറിയിക്കാം. എന്തായാലും പെട്ടെന്നൊരു മൂവ്മെന്റ് വേണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നു. അതിനേക്കാൾ പ്രയോജനം ചെയ്യുന്നൊരു കാര്യം നടന്നു. അത് സ്ക്രിപ്റ്റില്ലാത്തതുകൊണ്ട് അതിൻ്റെ റിസൾട്ട് എന്താവും അറിയില്ല. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് മിക്കവാറും അത് പോസിറ്റീവ് തന്നെയാണെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്തൊന്നും വേറെ പ്ലാനും വേണ്ടിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. വിശ പറഞ്ഞിരുത്തുമ്പോഴും കുറച്ചു മുന്നേ വന്ന മിത്രയുടെ മെസ്സേജ് തന്നെയായിരുന്നു അവൻ്റെ മനസ്സിൽ. അതിന് റിപ്ലൈ കൊടുക്കാൻ ഒരുങ്ങിയ നേരത്താണ് അഖിൽ അവൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത്. അപ്പോൾ പിന്നെ അത് എടുക്കുകയല്ലാതെ അവനൊന്നും ചെയ്യാൻ വയ്യ. മിത്രയും ടീനയും വീട്ടിലേക്ക് പോയിട്ടുണ്ടെന്നും അവർ തിരികെ വരും മുന്നേ പുതിയൊരു പ്ലാൻ വേണമെന്നും പറയാനാണ് അഖിൽ വിളിച്ചത്. അപ്പോഴാണ് അന്ന് നടന്ന കാര്യത്തെക്കുറിച്ച് വിശാഖിനോട് സൂചന കൊടുത്തു. അപ്പോഴും കൂടുതലൊന്നും വിട്ടുപറയാൻ അവൻ തയ്യാറായതുമില്ല. അവനോടത് കുത്തി ചോദിച്ച് പറയിപ്പിക്കാൻ അരികെ നിൽക്കുന്ന ആലോഷി കണ്ണു തുറപ്പിച്ചുകൊണ്ട് ആവശ്യപ്പെട്ടിട്ടും അഖിൽ അത് പിന്നെ ചോദിച്ചില്ല. വിശ്വ പറഞ്ഞുമില്ല. ഒടുവിൽ വീണ്ടും അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് വിശേഷങ്ങൾ കൂടി പറഞ്ഞു കഴിഞ്ഞ് അഖിൽ ഫോൺ കട്ട് ചെയ്ത ഉടനെ വിശ്വ ധൃതിയിൽ മിത്രയുടെ ചാറ്റിലേക്കാണ് പോയത്. ആദ്യം അയച്ച മെസ്സേജ് മാത്രം, പിന്നെയൊന്നുമില്ല. ഓൺലൈനിൽ പോലുമില്ല അവൾ. അപ്പോൾ തോന്നിയ നിരാശ അതെന്തിനാണെന്ന് പോലും അവൻ അറിയില്ലായിരുന്നു. പക്ഷേ കോൾ ലിസ്റ്റിൽ അവിടെ കോൾ വന്ന് കിടക്കുന്നറിഞ്ഞതും അവന്റെ മനം നിറഞ്ഞൊരു പുഞ്ചിരി ചുണ്ടിൽ വിരിഞ്ഞു. താൻ കൊരുത്തിട്ട ചൂണ്ടക്കുളത്തിൽ അവൾ കൊത്തി തുടങ്ങിയെന്ന തിരിച്ചറിവ് ഒരേ സമയം വിശ്വക്ക് സന്തോഷവും സങ്കടവുമാണ് നൽകിയത്. കാത്തിരിക്കാം ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.